മാധ്യമങ്ങളോട് ക്ഷുഭിതനായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അൻവർ വിഷയത്തിൽ ഇന്നലെ പറഞ്ഞതിനപ്പുറം പറയാനില്ല. സുധാകരൻ പറഞ്ഞത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചു. സതീശൻ ഒറ്റപ്പെട്ടുവെന്ന് വാർത്ത നൽകി. ഇത് നാണം കെട്ട മാധ്യമ പ്രവർത്തനമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. വേറൊന്നും അത് സംബന്ധിച്ച് പറയാനില്ല. ഞാൻ അവസാന തീരുമാനം ഇന്നലെ പറഞ്ഞത് തന്നെ ഉറച്ചു നിൽക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ചില ചാനലിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറിയെന്ന് പറഞ്ഞു. കെ സുധാകരൻ അദ്ദേഹമായിട്ട് ഒരു ബൈറ്റ് കൊടുത്തപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, വി.ഡി. സതീശനാണല്ലോ പ്രതിപക്ഷ നേതാവിനെയാണല്ലോ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് 2-3 ചാനൽ അത് ട്വിസ്റ്റ് ചെയ്ത് സതീശൻ ഒറ്റയ്ക്കല്ല തീരുമാനം എടുക്കേണ്ടത് എന്ന് പറയും. ഇത് നാണം കെട്ട മാധ്യമ പ്രവർത്തനമാണ്. അത് അവസാനിപ്പിക്കും. വിവരങ്ങളുമായി കെ.ടി. സ്വാലിഹുണ്ട്. സ്വാലിഹ്, സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദങ്ങളും ചേരിചേരായ്മയൊക്കെ ഉണ്ടായിരുന്നു. അത് അൻവറിന്റെ മുന്നണി പ്രവേശനത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സുധാകരൻ പറഞ്ഞത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്ന് പറയേണ്ടതിന്റെ പൊരുൾ എന്താണ് എന്നുള്ളതൊരു ചോദ്യമാണ്. വർഷ, അൻവറിനെതിരെ നടത്തിയ വിമർശനങ്ങളിൽ കെ സുധാകരൻ നടത്തിയ പരാമർശങ്ങളാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നത്. അതിലാണ് ക്ഷുഭിതനായി പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് ഇത് നാണം കെട്ട മാധ്യമ പ്രവർത്തനമാണെന്ന് പറഞ്ഞ് കയർത്ത് പോയത്. അദ്ദേഹം പറഞ്ഞത് സുധാകരൻ പറഞ്ഞ കാര്യങ്ങളല്ല, അത് വളച്ചൊടിച്ച് നൽകി. സതീശൻ ഒറ്റയ്ക്കല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, നേതാക്കൾ കൂട്ടായി എടുക്കുന്ന തീരുമാനമാണ് എന്നാണ് കെ സുധാകരൻ പറഞ്ഞതെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പക്ഷെ അത് കോൺഗ്രസിൽ പൊട്ടിത്തെറി, വി.ഡി. സതീശൻ ഒറ്റപ്പെടുന്നു എന്ന തരത്തിലൊക്കെ വാർത്തകൾ നൽകിയത് നാണം കെട്ട മാധ്യമ പ്രവർത്തനമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സണ്ണി ജോസഫും അതിനുശേഷം പരിപാടിക്കെത്തിയ സണ്ണി ജോസഫും ഇക്കാര്യത്തിൽ പറഞ്ഞത് നേതാക്കളുടെ വാക്കുകൾ വളച്ചൊടിക്കുകയാണ്, സമവായ ചർച്ച ഇനിയും തുടരുമെന്നും ഇക്കാര്യത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഇല്ല എന്നുമാണ് സണ്ണി ജോസഫും പറഞ്ഞത്. സ്വാലിഹ്, ഒരു കാര്യം കൂടിയുണ്ട്. ഈ സതീശൻ ഒറ്റപ്പെട്ടു എന്ന് പറയുന്നത് മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകളാണ്. സതീശൻ പറയുന്നതിനപ്പുറം കോൺഗ്രസിലെ ചില പൊട്ടിത്തെറികളിൽ നിന്നും സാധാരണക്കാർക്ക് പോലും അത് മനസ്സിലാക്കാവുന്നതാണ്. തീർച്ചയായും സതീശനുമായി ബന്ധപ്പെട്ട, സതീശനെതിരെ മാധ്യമങ്ങൾ നൽകിയ വാർത്തകളാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, കെ സുധാകരൻ, അതുപോലെ തന്നെ സണ്ണി ജോസഫ്, കെ.സി. വേണുഗോപാൽ തുടങ്ങി കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പറഞ്ഞ കാര്യങ്ങളാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന് എതിരായ ആയിരുന്നു. പക്ഷേ ഇത് വളച്ചൊടിച്ചതാണ് എന്ന ഒരു വിശദീകരണമാണ് ഇപ്പോൾ കെ.പി.സി.സി. പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നൽകുന്നത്. സ്വാലിഹ്, അൻവർ വിഷയത്തിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി രൂക്ഷമാണ്. എന്നാൽ മാധ്യമങ്ങൾ വാർത്തകളെ വളച്ചൊടിച്ചു എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രതികരണം. വിവരങ്ങളാണ് കെ.ടി. സ്വാലിഹ് നൽകിയത്.